ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SBI IBPS ക്ലർക്ക് സീരീസിന്റെ ഒരു പുതിയ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. SBI ക്ലർക്കിന്റെ അഡ്മിറ്റ് കാർഡ് എല്ലാവരും ചെക്ക് ചെയ്തോ? പറ, എപ്പോഴാ എക്സാം ഒക്കെ, എന്നാ അതിന്റെ ഡേറ്റ്, അതുപോലെ അത് ഏത് ദിവസമാണ്, ഏത് ടൈമാണ്, നിങ്ങൾ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തില്ല. അതിൽ അരിത്തമെറ്റിക് സീരീസ്, കൺസെപ്റ്റ് സീരീസ് ആൻഡ് DI സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ നിങ്ങളോട് നമുക്കറിയാം എക്സാമിന്റെ ദിവസം ഇനി എത്ര ദിവസമുണ്ട് നമ്മുടെ കയ്യിൽ? ആകെ 5 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓർമ്മയുണ്ടോ? ഒരു 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? 2 മാസം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. അതിനുശേഷം വരുന്ന എല്ലാ ക്ലാസ്സുകളിലും ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്ക്, 5 ദിവസമേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ സമയം പോയില്ലേ? സമയം എപ്പോഴും വാല്യുബിൾ ഒരു അസറ്റാണ്. നമ്മുടെ ഈ ഒരു സമയത്ത് ഒരു സമയം പോലും കളയണ്ട, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. കാര്യം ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് നമുക്ക് വേറെ ഇല്ല. ഓരോ സമയം കോമ്പറ്റീഷൻ അല്ലേ, നമുക്ക് എത്ര സീറ്റ്സ് ഉണ്ട്? ചുരുങ്ങിയ സീറ്റ്സിൽ നമ്മൾ ഒരുപാട് പേരാ മത്സരിക്കുന്നേ. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ള ഒരാളെക്കാട്ടിലും ഒരു പടി മുൻപിൽ നിന്ന് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഇനിയുള്ള 5 ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മാക്സിമം 4 മോക്ക് എഴുതണം. മിനിമം 4 മോക്ക് എന്ന് വേണേ പറയാനല്ലേ, മാക്സിമം ആണോ? നിങ്ങളുടെ ലിമിറ്റ് ഒക്കെ അങ്ങ് പോട്ടെ, കംഫർട്ട് സോൺ ഒക്കെ ബ്രേക്ക് ചെയ്യട്ടെ. 4-5 മോക്ക് എഴുതിക്കോ, അതിനൊരു ലിമിറ്റ് ഇല്ല. പക്ഷെ മിനിമം 3 മോക്കെങ്കിലും എഴുതണം. കാര്യം അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുപോലെ മോക്ക് എഴുതാതെ ഇരിക്കല്ലേ, കാര്യം സ്പീഡിനെ ബാധിക്കും. നമുക്ക് സ്പീഡ് വേണ്ടേ, ക്ലർക്ക് എക്സാം അല്ലേ. അതുപോലെ തന്നെ ഓരോ ക്ലർക്ക്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ ഞാനൊരു റിയാലിറ്റി പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ വെച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ നോക്കും, കോമ്പറ്റീഷൻ കൂടും, കാര്യം വേക്കൻസി കുറവല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീഷൻ കൂടും, അതുപോലെ കട്ട് ഓഫ് കൂടും. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴെന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും എന്തെന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ച്വൽ എക്സാമിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മോക്ക് എഴുതുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ആക്ച്വൽ എക്സാമിന്റെ സീരിയസ്നെസ്സോട് കൂടി എഴുതണം. അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നോർമലി എല്ലാവരും മോക്ക് എഴുതുമ്പോൾ തുടക്കത്തിൽ ഏതെങ്കിലും ഒരു എക്സാമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോകും. അപ്പോൾ നോർമലി നമ്മുടെ മനസ്സ് പറയും, എന്താ പറയുന്നത്, പോസ് ചെയ്യ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന പറയും. അങ്ങനെ ചെയ്യരുത്. ആ ഒരു ഹാബിറ്റിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താ? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റിനോട്ട് പോവുക. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന എവിടുന്ന? മോക്കിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് മോക്സ് എഴുതുമ്പോൾ എപ്പോഴും സീരിയസ്നെസ്സോട് കൂടി എഴുതുക. ആക്ച്വൽ എക്സാമിന് എഴുതുന്ന അതേ സീരിയസ്നെസ് ഇവിടെയും കീപ്പ് ചെയ്യുക. എന്താണോ നമ്മൾ മോക്കിൽ ചെയ്യുന്നത് ആ ഒരു ഹാബിറ്റ് ആയിരിക്കും നമ്മൾ ആക്ച്വൽ എക്സാമിലും കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി എല്ലാവരും നല്ല സീരിയസ്നെസ്സോട് കൂടി 5 മോക്ക് 4 മോക്കൊക്കെ ഡെഫിനറ്റ് ആയിട്ട് എഴുതണം. ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും ഉഴപ്പരുത് ഈ ഒരു സമയത്ത്. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് പൊതുവെ റീസണിങ് സബ്ജക്റ്റിൽ എല്ലാവരെയും കുഴപ്പിക്കുന്ന 2-3 സബ്ജക്റ്റ് ഇല്ലേ? ഏതൊക്കെയാ? ഒരു അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്. അപ്പോൾ പൊതുവെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ? അത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ കയറി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വെപ്രാളം, തുടക്കം ഒരു വെപ്രാളം എല്ലാവർക്കും ഉണ്ടല്ലോ. കാര്യം ഒരു എക്സാമിന്റെ പ്രഷർ, വെപ്രാളം അല്ലെങ്കിൽ ഒരു ടെൻഷൻ, നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കാതെ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ വെപ്രാളം മൂലം അല്ലെങ്കിൽ ഒരു അശ്രദ്ധ മൂലം ഏതെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മളങ്ങ് വിട്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? ചെയ്തു തുടങ്ങും, ഒരു 2 മിനിറ്റോളം വേസ്റ്റ് ചെയ്യും. നമുക്ക് നോക്കുമ്പോൾ ഇതെന്താ കിട്ടാതെ, അല്ലെങ്കിൽ എവിടെ തെറ്റിപ്പോയെന്ന് വിചാരിക്കും. അതിന്റെ റീസൺ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലൂ നമ്മൾ വെപ്രാളം കൊണ്ട് എടുത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കേസാണ് ഈ അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റും ബ്ലഡ് റിലേഷനും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഈ 2 ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്കാനിൽ ഒരിക്കലും എടുക്കല്ലേ. എന്താ ഫസ്റ്റ് സ്കാനിൽ എടുക്കേണ്ടത്? മിസലേനിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സ്കാനിൽ ഒരു 5 to 6 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്തിരിക്കണം. എങ്കിൽ കൂടെ മാത്രമേ സെക്കൻഡ് സ്കാനിൽ നമുക്ക് ആരെ എടുക്കാൻ പറ്റത്തുള്ളൂ? പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതും ഈസി പസിൽസും ഈസി സീറ്റിംഗ് അറേഞ്ച്മെന്റും ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷമാണ് തേർഡ് സ്കാനിലാണ് ഈ പറയുന്ന പോലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ഏത് മിസലേനിയസ് ആണെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരാം. മിസലേനിയസിലെ ടഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ ഫസ്റ്റ് സ്കാനിൽ ഫിനിഷ് ചെയ്തോണം. അതുപോലെ അൺസർട്ടൺ പസിൽസ്, ബ്ലഡ് റിലേഷൻ ഈ ഒരു ഓർഡറിൽ ചെയ്യാവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അൺസർട്ടൺ പസിലിന്റെ ആക്ച്വൽ അപ്രോച്ച്, എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതുപോലെ തന്നെ എപ്പം സെലക്ട് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇന്ന് അൺസർട്ടൺ പസിലിന്റെ ഒരു അടിപൊളി ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു, അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഓൾവേസ് നിങ്ങൾ എടുക്കേണ്ടത് അവസാനമായിരിക്കണം. എല്ലാ സ്കാൻ, അതായത് 3ാമത്തെ സ്കാനിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതിന്റെ ആക്ച്വൽ അപ്രോച്ച് പറഞ്ഞു തരട്ടെ, നോക്കിക്കോ. അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ആക്ച്വൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദ എൻഡ് ആയിരിക്കണം. എന്തായിരിക്കണം? സ്റ്റാർട്ടിംഗ് ഫ്രം ദ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് ഫ്രം ദ എൻഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദ എൻഡ് സീറ്റ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ എൻഡ് പൊസിഷൻ എന്ന് പറയാം. ഇതൊരു ലീനിയർ അറേഞ്ച്മെന്റ് അല്ലേ?
ഇതിന് ലെഫ്റ്റ് എൻഡും കാണും റൈറ്റ് എൻഡും കാണും. ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലൂവിൽ നമുക്ക് എൻഡിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ കാണും. നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. സോ അതിന് മുന്നേ നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഫോമിലോട്ട് മാറ്റണം? നമ്മൾ ഒരു കോഡഡ് ഫോമിലോട്ട് മാറ്റണം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരട്ടെ, നോക്കിക്കോ. A certain number of people are sitting in a row facing north. എവിടാ ഫേസ് ചെയ്യുന്നത്? എല്ലാവരും നോർത്തിലാണ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലേ? ഇനി C sits at one of the ends തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കോഡ് എഴുതാം. C എന്ന് പറഞ്ഞ് എവിടെ ഇരിക്കുന്നത്? C sits in one of the end എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കേസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. ഇനി and there are two people sit between C and B. സിക്കും ബിക്കും ഇടയിൽ എത്ര പേരുണ്ട്? സിക്കും ബിക്കും ഇടയിൽ 2 പേരുണ്ട്. സി എന്ന് പറയുന്നത് എൻഡിലാണ്. ആൻഡ് there are two people sit between C and B എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അത്രയും കാര്യങ്ങളൊന്നും ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അടുത്ത കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ. there are as many people to the right of G as there are to the left of G എന്ന് പറഞ്ഞ എന്താ? ജിയുടെ റൈറ്റിലോട്ട് എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ ജിയുടെ ലെഫ്റ്റിലോട്ടും ഉണ്ടായിരിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു കോമൺ സെൻസ് വെച്ച് പറഞ്ഞ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ജി എവിടെ ആയിരിക്കണം ഇരിക്കേണ്ടത്? മിഡിൽ ഓഫ് ദ റോയിലല്ലേ ഇരിക്കേണ്ടത്. ആ സീറ്റിംഗ് പ്ലേസസിൽ എത്ര സീറ്റ്സ് ഉണ്ടോ അവരുടെ എക്സാക്ട്ലി മിഡിൽ ആയിരിക്കണം ആരിയിരിക്കേണ്ടത്? ജി ഇരിക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെ തിങ്ക് ചെയ്യണം. അടുത്തത് എഫ് ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. എഫ് എന്ന് പറഞ്ഞ എന്താ? തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ബി ആണ് പറഞ്ഞിട്ടില്ലേ? നോക്ക്, എഫ് ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി അല്ലേ? ഹൂ സിറ്റ്സ് ഫോർത്ത് ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. ആരാ ഈ ഹൂ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഹൂ, വിച്ച്, വെയർ ഈ പറഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സ് വന്നാൽ അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ്സ് വന്നാൽ അവൻ ഓൾവേസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾ ആരാണോ, ലെറ്റർ ആരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ ആരാണോ അവരെ ആയിരിക്കും സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹൂ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളാരാ? ബി അല്ലേ? അപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്ന ബി ആണ്. അതുകൊണ്ട് ഹൂ സിറ്റ്സ് എന്ന് പറഞ്ഞ എന്ത് കണക്ട് ചെയ്ത് വായിച്ചാൽ മതി? ബി സിറ്റ്സ് ഫോർത്ത് ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. അപ്പം ബി എന്ന് പറഞ്ഞത് ഫോർത്ത് ഫ്രം വൺ ഓഫ് ദ എൻഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് റൈറ്റ് എൻഡ് ആണെന്നോ ലെഫ്റ്റ് എൻഡ് ആണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു എൻഡിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വായിക്കാം. ഓക്കെ, ഇവിടം വരെയല്ലേ നമ്മൾ എത്തിയത്. ഇനി എ സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. എ എന്ന് പറഞ്ഞ എവിടാ? എ സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. ഏത് റോയിലാന്ന് പറഞ്ഞിട്ടുണ്ടോ? റൈറ്റ് എൻഡ് എന്നോ ലെഫ്റ്റ് എൻഡ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി എഫ് ഡസ് നോട്ട് സിറ്റ് അറ്റ് എനി ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. എഫ് എന്ന് പറഞ്ഞ എന്തല്ല? എഫ് എന്ന് പറഞ്ഞത് ഒരു എൻഡിലുമല്ല ഇരിക്കുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എൻഡിൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു ക്രോസ് ഇട്ടാൽ മതി. കാര്യം ക്രോസ് വരുമ്പോൾ നമുക്ക് ഊഹിക്കാലോ അവിടെ എഫ് എൻഡിലല്ല. ഇനി there are 5 persons sitting between A and D. എക്കും ഡിക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5 പേഴ്സൺസ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിനെയും കോഡാക്കി മാറ്റി. ഇനി എന്താ? ഈ സിറ്റ്സ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് എ ആൻഡ് ഡി. എയുടെയും ഡിയുടെയും എക്സാക്ട്ലി മിഡിൽ ആരായിരിക്കുന്നത്? ഇ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ആ ഒരു കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത കോഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 persons സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ജി. ഡിക്കും ജിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 2 പേഴ്സൺസ് ഇരിപ്പുണ്ട് അല്ലേ? 2 പേഴ്സൺ അല്ലേ? അപ്പൊ അതുവരെ ഓക്കെ. ബാക്കി കോഡ്സ് ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്കാം. there are as many persons sitting between F and C. എഫിനും സിക്കും ഇടയിൽ എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ അല്ലേ? as many are sitting between F and D. എത്ര പേരാണോ എഫിനും സിക്കും ഇടയിൽ ഇരിക്കുന്നത് അത്രയും ആൾക്കാർ തന്നെ എഫിനും ഡിയുടെയും ബിറ്റ്വീൻസിൽ ഇരിക്കണം. ഈ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പേഴ്സൺ, എത്ര ആൾക്കാരാണ്. അതാണ് ഈ എഫിനും സിക്കും ഇടയിൽ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കോഡ്സ് ആണ് നമുക്കുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരയ്ക്കണ്ടേ? അൺസർട്ടൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ? സ്ഥലം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു? അടുത്തൊരു സ്ലൈഡിലോട്ട് കോപ്പിയാണ് ഈ ഒരു കണ്ടീഷൻസിനെ. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഏതാ നമ്മുടെ ഉപയോഗിക്കുന്ന മെത്തേഡ്? ഏതാ? സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് അല്ലേ? അപ്പൊ നോക്കിക്കോ, സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ലേ, അപ്രോച്ച് അല്ലേ? നോക്ക്, ഇവിടെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര കേസസ് ഒക്കെ ഉണ്ട്? ഒന്ന് ദാ ഈ ഒരു കേസില്ലേ, സിയുടെ കേസില്ലേ, അടുത്ത ദാ നോക്കിക്കേ എയുടെ കേസില്ലേ. അപ്പൊ നമുക്ക് ഏത് കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എവിടാണോ കണക്ഷൻസ് കൂടുതൽ, അതായത് ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ആണ് എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ എയെ കണക്ട് ചെയ്ത് എത്ര കണ്ടീഷൻസ് കൂടുതലുണ്ടോ നോക്കിക്കോ. ദാ ഇവിടെ ഒരെണ്ണം ഇല്ലേ, ഇവിടെ ഒരെണ്ണം ഇല്ലേ. ഇനി എയും ഡിയും കിട്ടി, അങ്ങനെയെങ്കിൽ നമുക്ക് ആരെ കണക്ട് ചെയ്യാം? ദാ ഇവിടെ വേറെ ആൾക്കാരില്ലേ, നമുക്ക് ഈ കിട്ടിയില്ലേ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് കണക്ഷൻസ് നമുക്ക് ആ ഒരു ഒറ്റ കേസിൽ നിന്ന് ഫോം ചെയ്തൂടെ.
അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ അറ്റ് എൻഡ് എന്നുള്ള കേസ് എടുത്തൂടെ? അപ്പൊ നോക്കിക്കോ. അപ്പൊ എ അറ്റ് എൻഡ് എന്ന് പറയുമ്പോൾ അത് രണ്ട് കേസിലും വരത്തില്ലേ, രണ്ട് എൻഡിലും വരത്തില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ലെഫ്റ്റ് എൻഡിൽ നിന്നും എ പ്ലേസ് ചെയ്തൂടെ? അപ്പൊ എ ഞാൻ ഫസ്റ്റ് കേസിൽ ഇവിടെ പ്ലേസ് ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ എക്കും ഡിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാർക്ക് ചെയ്യാം. 1 2 3 4 5 5 പേര് വന്നിട്ടില്ലേ? അപ്പൊ ഡി എവിടെ വരണം? ഇവിടെ വരണ്ടേ? ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ലെഫ്റ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അപ്പൊ എൻഡ് ക്രോസ് ആയി, ഇതാണ് എൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ദാ ഇവിടെ ഒരു ക്രോസ് ഇട്ടാൽ മതി. ഇനി അങ്ങോട്ട് ആരും വരത്തില്ല എന്നൊരു മനസ്സിലാകത്തില്ലേ? പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൂടെ? ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൂടെ? സപ്പോസ് ദാ എ ഇവിടെ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ എത്ര പേരാ എക്കും ഡിക്കും ഇടയിലുള്ളത്? 5 പേരല്ലേ? അപ്പൊ നോക്കാം. 1 2 3 4 and 5. അപ്പൊ ഡി എവിടെ വരണം? ദാ ഡി ഇവിടെ വരും. ഓക്കെ ആണല്ലോ. ഇതുവരെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ആ കേസുകൾ നമ്മൾ എടുത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഇനി നമുക്കില്ലേ ടിക്ക് ചെയ്തോ? ദാ ഇ എ മാർക്ക് ചെയ്തോ? ഇല്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇ എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ബിറ്റ്വീൻ എ ആൻഡ് ഡി അല്ലേ? അപ്പം എക്കും ഡിക്കും ഇടയിൽ എക്സാക്ട് സീറ്റ് ഏതാ? ദാ ഈ ഒരു പൊസിഷൻ അല്ലേ? 2 പേര് റൈറ്റിലോട്ടും 2 പേര് ലെഫ്റ്റിലോട്ടും. അപ്പൊ ഇ എവിടെ വരണം? ദാ ഇ ഇവിടെ വരണം. അപ്പൊ ഈ കേസിൽ ഇ എവിടെ വരണം? എക്സാക്ട് മിഡിൽ എവിടെ? ദാ ഈ ഒരു കേസ് അല്ലേ? അപ്പൊ ഇ എവിടെ വരണം? ദാ ഈ ഒരു കേസിൽ ഇ വരണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത കേസ് ഏതെടുക്കാം? നിങ്ങൾ പറഞ്ഞേ. അടുത്ത കേസ് നമുക്ക് ഏതെടുക്കാം? ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? എക്സ്ട്രാ വേറെ കണ്ടീഷൻസ് ഉണ്ടോ? ഒന്നുമില്ലേ? ദാ കിടക്കുന്നു. ഡിക്കും ജിക്കും ഇടയിൽ എത്ര പേരാ? 2 പേരില്ലേ? ദാ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പില്ലേ? നമുക്ക് അവനെ എടുക്കാം. നോക്കിക്കോ. ഡിക്കും ജിക്കും ഇടയിൽ 2 പേര് വരണം. ലെഫ്റ്റിലോട്ട് പറ്റുമോടെ? കാര്യം എന്താ? പറ്റത്തില്ല. കാര്യം എന്താ? ദാ അവിടെ ഈ ഇരിക്കുമല്ലേ? അപ്പൊ അവന്റെ മേളിൽ കയറി ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? റൈറ്റിലോട്ട് എടുക്കാം. ദാ ഇഷ്ടം പോലെ സ്ഥലമല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ജി ഇവിടെ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്തൂടെ? സിമിലർലി ഡിയുടെ റൈറ്റിലോട്ട് എടുക്കാൻ പറ്റുമോ? 2 പേര്? കാര്യം എന്താ? ഇവിടെയും ഈ കയറി ഇരിക്കുക. അപ്പൊ നമുക്ക് ലെഫ്റ്റിലോട്ട് എടുക്കാം. നമുക്കൊന്ന് മാറിയിരുന്നു നോക്കാം. എന്തിനാ ഒരുത്തന്റെ കയറി മേളെ പോയിരിക്കുന്നത്? അപ്പൊ ജി എവിടെ ഇരിക്കാം? ജിയെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ജിയെ പ്ലേസ് ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ ദാ ഈ കണ്ടീഷൻ എടുത്തൂടെ നമുക്ക്? എന്താ പറഞ്ഞിരിക്കുന്നേ? ജി എക്സാക്ട്ലി മിഡിൽ എന്നല്ലേ? ജിയുടെ റൈറ്റിലോട്ട് എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ ജിയുടെ ലെഫ്റ്റിലോട്ട് ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ. ഈ കേസിൽ ജിയുടെ ലെഫ്റ്റിലോട്ട് എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 9 ആൾക്കാരില്ലേ? അപ്പം ജിയുടെ റൈറ്റിലോട്ട് 9 പേര് വരണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നോക്കാം. 1 2 3 4 5 6 8 9 9 പേരായില്ലേ? അപ്പൊ നമുക്കറിയാം ആ 9ാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവൻ എന്തായിരിക്കും? എൻഡിലല്ലേ? എൻഡ് പൊസിഷനിലല്ലേ? അപ്പൊ എൻഡ് പൊസിഷനിലായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ക്രോസ് ഇട്ടാൽ മതി. കാര്യം എന്താ? നമുക്ക് പിന്നെ തെറ്റത്തില്ല. പിന്നെ നമ്മൾ വെപ്രാളം കൊണ്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യും. സിമിലർലി ജിയുടെ റൈറ്റിലോട്ട് ഇവിടെ എത്ര പേരുണ്ട്? 2 4 6 8 9 പേരുണ്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റിലോട്ട് 9 പേര് വരണ്ടേ? നോക്കിക്കോ. 2 3 4 5 6 7 8 9 പേരായി. ഓക്കെ ആണല്ലോ. അപ്പൊ ജിയുടെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഈക്വൽ ആയില്ലേ? ജി എക്സാക്ട്ലി മിഡിൽ വന്നില്ലേ? അപ്പൊ ആ ഒരു കേസും എടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടിക്ക് ഇട്ടോ. ഇതുവരെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഏത് കേസ് എടുക്കാം? നിങ്ങൾ പറഞ്ഞേ. ഇനി നമുക്ക് ഏത് കേസ് എടുക്കാം? ദാ ഇവിടെ ഒരു കേസില്ലേ? സി എൻഡിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? കാര്യം എന്താ നമുക്ക് ആ കേസ് കോൺഫിഡൻസോടെ എടുക്കാൻ പറ്റുന്നത്? ഓൾറെഡി ഒരു എൻഡ് സീറ്റിൽ ആര് ഒക്യുപ്പൈഡ് ആയി? എ ഒക്യുപ്പൈഡ് ആയില്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത എൻഡിൽ ആരിക്കണം? സി അല്ലേടെ ഇരിക്കേണ്ടത്. അപ്പൊ ആരായിരിക്കും അടുത്ത എൻഡിൽ? ഇരിക്കേണ്ടത്? സി ഇരുന്നാ പോരെ? അപ്പൊ ആ ഒരു കേസ് ക്ലിയർ ആയില്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കേസ് എടുത്തൂടെ? സിക്കും ബിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 2 പേഴ്സൺ ഇല്ലേ? അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതല്ലേ സി? 1 2 ദാ ഇവിടെ വരും. ബി ഇവിടെ വരും. ദാ ഇവിടെ വരും. അതേപോലെ ഈ കേസ് ആണെങ്കിലോ ദാ സി ഇവിടെ അല്ലേ ഇരിക്കുന്നത്? അപ്പൊ 1 2 ബി എവിടെ വരണം? ദാ ഈ ഒരു പ്ലേസിൽ ബി വരണം. ഓക്കെ ആണല്ലോ. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ബി എ കിട്ടിയില്ലേ? ബി എ കിട്ടി. ഇനി ആരെ കിട്ടും? ബി എ കിട്ടിയാൽ നമുക്ക് എഫിനെ കിട്ടത്തില്ല. ഇതാ നടക്കുന്നു. എഫ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി അല്ലേ? അപ്പൊ നമുക്ക് ഈ കേസ് നോക്കിയാൽ എഫിനെ എവിടെ പ്ലേസ് ചെയ്യാം? തേർഡ് അല്ലേ? അപ്പൊ 1 2 3 എഫ് എവിടെ വരും? ദാ ഇവിടെ വരും. ഏത് പ്ലേസിലാ? ഈ പ്ലേസിൽ എഫ് വരും. ഓക്കെ ആണല്ലോ. സിമിലർലി ഈ കേസിൽ നോക്കിക്കേടെ, എഫ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി അല്ലേ? ദാ ബി ഇതല്ലേ? 1 2 3 ആരിയ്ക്കുക? 3ാമത്തെ പ്ലേസിൽ സി ഇരിക്കുക. അപ്പൊ അവന്റെ തലയിൽ കയറി ഇരിക്കാൻ പറ്റുമോ എഫിന്? പറ്റത്തില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു അർത്ഥം. ആ കേസ് എന്തായിരിക്കും? ആ കേസ് തെറ്റായിരിക്കും. ഏത് കേസാ തെറ്റ്? ദാ ഈ കേസ് എന്ന് പറഞ്ഞത് തെറ്റായിരിക്കും. കണ്ടോ? ആ ഒരു കേസ് എലിമിനേറ്റ് ചെയ്ത് കണ്ടോ? അപ്പൊ ഏതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത്?
നമ്മുടെ സ്വന്തം ഫസ്റ്റ് കേസ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ശരി? ഇവനായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഫോം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തൂടെ ആക്ച്വലി പേഴ്സൺസ് ഇരിക്കുന്ന ആ ഒരു സീറ്റ്? എ എവിടെ ഇരിക്കുന്നത്? എ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇ എവിടാണ്? ഇവിടെ. ഡി ആണെങ്കിലോ ഈ പ്ലേസിൽ. ജി ഇവിടാണ്, മിഡിലാണ്. എഫ് ഈ പ്ലേസിൽ, ബി ഈ പ്ലേസിൽ, ആൻഡ് സി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പം ഇങ്ങനെ വേണം നമ്മൾ അൺസർട്ടൻ പസിൽ ചെയ്യാൻ. അവിടെ നല്ല രീതിയിലുള്ള പേഷ്യൻസ് ആവശ്യമുണ്ട്. നല്ല കാമായിട്ടിരിക്കണം. കണ്ടീഷൻസ് എല്ലാം വൃത്തിയായിട്ട് വായിക്കണം. തെറ്റിക്കാതെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ടോട്ടൽ എത്ര സമയം എടുക്കേണ്ടത്? ഒരു എക്സാമിന് നമുക്കൊരു 2 to 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം. 2 to 3, 2 മിനിറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിന്റെ ഫിഗർ വരയ്ക്കണം, കണ്ടീഷൻസ് നോട്ട് ചെയ്യണം, ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പം 2 to 3 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫിനിഷ് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇനി സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി, പറഞ്ഞേ, ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എഫ്. അപ്പൊ തേർഡ് ടു ദ റൈറ്റ് ഓഫ് എഫ് ആരാ ഇരിക്കുന്നത്? കണ്ടുപിടിച്ചൂടെ? നോക്കിക്കേ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേ. തേർഡ് ടു ദ റൈറ്റ് ഓഫ് എഫ് ആരാ? എഫ് എവിടെ? കിടക്കുന്നു. 1 2 3 ആരാ? ബി അല്ലേ? അപ്പൊ ഏതായിരിക്കും ആൻസർ? നമ്മുടെ സ്വന്തം ബി ആയിരിക്കും ആൻസർ. ഏതാ? ബി, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. കണ്ടോ? കിട്ടുന്ന കണ്ടോ? അടുത്ത ദിവസം ചെയ്യാം. ഹൂ സിറ്റ്സ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. എഫിനും ഡിക്കും ഇടയിൽ ആരായിരിക്കുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, എഫ് എവിടെ? എഫ് ഇവിടെ. ഡി എവിടാ? ഇവിടെ അല്ലേ? ഡി ഇരിക്കുന്നു. ആരാ എക്സാക്ട്ലി ബിറ്റ്വീൻ ഇരിക്കുന്ന? ആരാ? നമ്മുടെ സ്വന്തം ജി അല്ലേ? അപ്പൊ ആൻസർ എന്താ? ഹൂ ഇസ് ഇറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി? ആൻസർ ജി ആയിരിക്കും ആൻസർ അല്ലേ? ഓപ്ഷൻ എ അല്ലേ? ആർക്കും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പേഴ്സൺസ് സിറ്റിംഗ് ഇൻ എ റോ? ആ തന്നിരിക്കുന്ന റോയിൽ എത്ര ആൾക്കാരുണ്ട്? കൗണ്ട് ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? നോക്കിക്കോ. 2 4 6 8 10 12 14 16 18 19 പേഴ്സൺസ് ആണ് ഈ സീറ്റിൽ, ഈ ഒരു അറേഞ്ച്മെന്റിൽ ഇരിക്കുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമോ? നമുക്ക് നോക്കാം. നമ്മൾ മിസ്റ്റേക്ക് വരുത്താതിരിക്കത്തില്ലല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്? അപ്പൊ ടോട്ടൽ എത്ര പേരായിരിക്കുന്നത്? 19 പേഴ്സൺസ് ആണ് ഈ ഒരു സീറ്റിൽ ഇരിക്കുന്നത്. അപ്പൊ അതേതാ ഓപ്ഷൻ? ബി ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ സിറ്റ്സ് 6th ടു ദ റൈറ്റ് ഓഫ് ജി? ജിയുടെ 6th ടു ദ റൈറ്റിൽ ആരാ ഇരിക്കുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കുന്നത്. നോക്കാം. 1 2 3 4 5 6 ആരാ? ഓപ്ഷൻ ബി അല്ലേ? സോറി, ഓപ്ഷൻ ബി ആണോ? പേഴ്സൺ ബി ആണ് 6th ടു ദ റൈറ്റിൽ ഇരിക്കുന്നത്. ആരാ? ഏത് ഓപ്ഷനാ? ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ബി തന്നെയല്ലേ ആൻസർ? അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് എളുപ്പമാ കാര്യം. നമുക്ക് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് അൺസർട്ടൻ പസിൽ വരച്ചു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എത്ര സെക്കൻഡ് മതി? 4 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ ഓരോ സബ് ക്വസ്റ്റ്യൻ ചെയ്തൂടെ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ആക്കുക. അപ്പൊ ഇന്ന് അൺസർട്ടൻ പസിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും? നിങ്ങൾ സ്വന്തമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും? ഈ കിട്ടുന്ന ക്ലാസ് കൂടാതെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഒരു 5 സെറ്റ് അൺസർട്ടൻ പസിൽ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. അതിനുശേഷം മോക്ക് എഴുതി നോക്ക്. നിങ്ങളുടെ സ്പീഡൊക്കെ അടിപൊളിയായിട്ട് കൂടും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അത് നല്ല ആക്യുറസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ആൻസർ കിട്ടും. രണ്ടാമതൊരു നോട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് സി? ഡിക്കും സിക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഹൗ മെനി പേഴ്സൺസ്? ഇവിടെ അല്ലേ ഡി? എവിടാ? ഡി കിടക്കുന്നു. സി എവിടാ? ഇവിടെ അല്ലേ? എത്ര പേഴ്സൺസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 പേഴ്സൺസ് ആണ് ഡിക്കും സിക്കും ഇടയിൽ ഇരിക്കുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ. കണ്ടോ? ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് സി? 11 പേഴ്സൺസ് ആണ് ഡിക്കും സിക്കും ഇടയിൽ ഇരിക്കുന്നത്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷ് ചെയ്തില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായില്ലേ? മെത്തേഡ് എന്താ? സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ്. അത് ഏത് എൻഡിലാണോ കൂടുതൽ കണക്ഷൻസ് വരുന്നത് ആ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി എല്ലാം സൂപ്പറായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എളുപ്പമല്ലേ ഈ ഒരു ടൈപ്പ്? ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ അൺസർട്ടൻ്റെ ഒരു വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? നോർത്തിലല്ലായിരുന്നോ? അപ്പോൾ ഇത് എവിടെയാണ് ഫേസ് ചെയ്യുന്നത്? സൗത്ത് ഫേസിംഗ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏത് ഫേസിംഗാ? സൗത്ത് ഫേസിംഗ് ആണ്. അപ്പോൾ സൗത്ത് ഫേസിംഗ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ലെഫ്റ്റും റൈറ്റും എടുക്കുമ്പോൾ തിരിയും. അത് പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടാവണം.
അപ്പോൾ അത് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. എ certain number of persons are sitting in the row. All of them are facing towards ഏത് ഡയറക്ഷനാ? സൗത്തിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഇനി Q sits, അപ്പോൾ ഇനി കണ്ടീഷൻസ് എഴുതാലോ, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. Q sits sixth to the right of S. Q എന്ന് പറയുന്നത് sixth to the right of S എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഇതിന്റെ ഒരു കളർ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്താ? T sits fourth to the left of Q. T എന്താ? Fourth to the left of Q ആണ്. Only 2 persons sit between Q and P. Qക്കും Pക്കും ഇടയിൽ എത്ര പേരുണ്ട്? 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഈ കണ്ടീഷൻ എഴുതുന്ന സ്പീഡ് നിങ്ങൾ ഇമ്പ്രൂവ് ആക്കുക. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ലെസ് ദാൻ ഒരു 40 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കണ്ടീഷൻസ് എഴുതി ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും കണ്ടീഷൻസ് വേഗം എഴുതുക. കാര്യം മെയിൻസ് ഒക്കെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. മെയിൻസിന് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ട് കണ്ടീഷൻ എഴുതാൻ നല്ല ഉദ്ദേശിച്ചത്. പ്രിലിംസിന് നിങ്ങൾ കണ്ടീഷൻ എഴുതുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കുക. മെയിൻസിന് എന്തായാലും വേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത എവിടം വരെ നമ്മൾ വന്നത്? ഓക്കെ, ഇതാ ഇവിടെ വന്നു. ഇനി അടുത്ത 6 persons sit between W and V. Wനും Vക്കും ഇടയിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തു. ഇനി R sits fourth to the left of S. R എന്ന് പറഞ്ഞത് fourth to the left of S എന്ന് പറഞ്ഞു, അത് നമ്മൾ നോട്ട് ചെയ്തു. ഇനി ഇവിടെ അല്ലേ R sits fourth to the left of S. അടുത്ത കേസ് എന്താ? U sits between S and T. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? U എന്ന് പറയുന്നത് എസിനും ടിക്കും ഇടയിലുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു എക്സാക്ട്ലി എന്ന് വരുന്ന വേർഡ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. U എന്ന് പറഞ്ഞ എസിനും ടിക്കും ഇടയിലാണ്, അതുകൊണ്ട് നമ്മൾ ഡോട്ട് ഇട്ടു. എക്സാക്ട്ലി ആയിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്യാം. കാര്യം എന്താ? എക്സാക്ട്ലി ആണ്, അവർക്കിടയിൽ വേറെ ഒരാൾ വരുമോ? ഇല്ല. അപ്പൊ അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷേ ആസ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവേണ്ടേ, നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണണ്ടേ. അടുത്ത എന്താ? V sits second to the right of U. V എന്ന് പറഞ്ഞത് second to the right of U എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ കിടക്കുന്നു. V sits second to the right of U. അടുത്ത കേസ് എന്താ? W is third from any of the end. ഏതോ എൻഡിൽ ഇരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. തേർഡ് ഫ്രം എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? എൻഡിലാണോ? അല്ല. W sits third from any of the end എന്നാ. അപ്പൊ നമുക്ക് എഴുതാം W third from end എന്ന് എഴുതിക്കൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അടുത്ത നോക്കാം. S is 8th from the left end of the row. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? എസ് എന്ന് പറയുന്നത് 8th from the left end അല്ലേ? അപ്പം ലെഫ്റ്റ് എൻഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? ലെൻഡ് എന്ന് എഴുതിയാൽ പോരെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എളുപ്പമല്ലേ? അപ്പൊ എസ് എന്ന് പറയുന്നത് 8th from ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് എൻഡ്. ഇനി റൈറ്റ് എൻഡ് ആണെങ്കിലോ റെൻഡ് എന്ന് എഴുതിയാൽ മതി. സിമ്പിൾ. അപ്പൊ ഇത്രയും കോഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഇവന്മാരെ എടുത്ത് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേറൊരു സ്ലൈഡ് നമ്മുടെ അടുത്ത സ്ലൈഡിലോട്ട് മാറ്റാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. അപ്പൊ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തന്നെ. എവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നോക്ക്, ഇവിടെ വേറെ ഏതൊക്കെ എൻഡ് ഉണ്ട്? ഇതാ ഡബ്ല്യുവിന്റെ കേസ് പറഞ്ഞിട്ടില്ലേ? ഡബ്ല്യു എന്ന് പറഞ്ഞ തേർഡ് ഫ്രം ദ എൻഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഇതാ എസ് എന്ന് പറഞ്ഞ 8th ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഏതാ പിക്ക് ചെയ്യേണ്ടത്? നമ്മൾ നോക്കേണ്ടത് എവിടാണോ കണക്ഷൻസ് കൂടുതൽ കിട്ടുന്നത് അങ്ങോട്ട് പോകാം. ദാ എസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദാ ക്യൂവിലോട്ട് എത്തി, ക്യൂവിൽ നിന്ന് ടിയിലോട്ട് എത്താം, പിന്നെ ക്യൂവിൽ നിന്ന് പിയിലോട്ട് കണക്ഷൻ കിട്ടി. ഇത്രയും കണക്ഷൻസ് കിട്ടിയില്ലേ? അപ്പോൾ ഏതായിരിക്കും ബെസ്റ്റ്? നമുക്ക് എസ് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോരെ? നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് എന്ത് ഫേസിംഗാ? സൗത്ത് ഫേസിംഗ് അല്ലേ? അപ്പൊ സൗത്ത് ഫേസിംഗ് ആകുമ്പോൾ എന്താ പ്രത്യേകത? ലെഫ്റ്റ് എന്തായി മാറും? റൈറ്റ് ആയി മാറും. റൈറ്റ് എന്തായി മാറും? ലെഫ്റ്റ് ആയി മാറും. അപ്പൊ ഈ ഒരു കേസ് നിങ്ങളുടെ മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ നോക്കാം, ഇതാണ് സൗത്ത് ഫേസിംഗ് എങ്കിൽ ഇതാണ് കൈ എങ്കിൽ ഇതെന്തായിരിക്കും? ഇനി തൊട്ട് ഇതായിരിക്കും ലെഫ്റ്റ്. ഇവൻ എന്തായിരിക്കും? ഇതാണ് ഇനി തൊട്ട് റൈറ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ നമുക്ക് തുടങ്ങാം. എസ് എന്ന് പറഞ്ഞ 8th ഫ്രം ദ ലെഫ്റ്റ് എൻഡ് അല്ലേ? അപ്പൊ ഇതല്ലേ ലെഫ്റ്റ് എൻഡ്? നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എസ് എന്ന് പറഞ്ഞത് 1 2 3 4 5 6 7 8. അപ്പൊ എസ് എവിടെ വരണം? എസ് ഇതാ ഇവിടെ ആയിരിക്കണം എസിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആ ഒരു കേസ് എടുത്തില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? ദാ കിടക്കുന്ന എസുമായിട്ട് കണക്ട് ചെയ്ത് ആറിനെ കണക്ട് ചെയ്ത ഒരു വേർഡ് ഇല്ലേ? ആർ ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. അപ്പൊ ആർ എവിടെ വരണം? സൗത്ത് ഫേസിംഗ് ആണ്, അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ ആർ എങ്ങോട്ടായിരിക്കണം? ഫോർത്ത് ടു ദ ലെഫ്റ്റ് ആവുമ്പോൾ സൗത്ത് ആയതുകൊണ്ട് റൈറ്റിലോട്ട് എടുത്താൽ മതി. അപ്പൊ ആർ എന്താ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? ഫോർത്ത് ആവുമ്പോൾ ദാ ഈ പൊസിഷൻ അല്ലേ? അപ്പൊ ഓക്കെ ആണോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? 1 2 3 4 ആർ എവിടെ വരും? ദാ ഈ പൊസിഷനിൽ വരും. അപ്പൊ ഇത് ഈ ഒരു കേസ് എടുത്തില്ലേ?
ഇനി അടുത്ത കേസ് ചെയ്തെടുക്കാം. ക്യൂ സിക്സ്ത് ടു ദ റൈറ്റ് ഓഫ് എസ് അല്ലേ? അപ്പൊ റൈറ്റ് ആകുമ്പോൾ എന്തായി മാറി? നമുക്ക് ലെഫ്റ്റിലോട്ട് എടുത്താൽ പോരെ, സൗത്ത് ഫേസിംഗ് അല്ലേ? അപ്പൊ ക്യൂ എവിടെ വരണം? സിക്സ്ത് ടു ദ റൈറ്റ് അല്ലേ? സോറി, സിക്സ്ത് ടു ദ റൈറ്റ് അല്ലേ? സോ 1 2 3 4 5 ആൻഡ് 6 അല്ലേ? അപ്പൊ ക്യൂ എവിടെ വരണം? ദാ ഈ പ്ലേസിൽ വരണം. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് കിട്ടിയത് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. ക്യൂ കിട്ടിയില്ലേ? അപ്പൊ ദാ ഇവിടെ ഒരു ക്യൂ ഇല്ലേ? നമുക്ക് അതിൽ നിന്ന് ടിയെ കണ്ടുപിടിച്ചൂടെ? ടിയുടെ പൊസിഷൻ കണ്ടുപിടിച്ചൂടെ? ടി എന്ന് പറഞ്ഞ എന്താണ്? ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ? സൗത്ത് ഫേസിംഗ് ആണ്. അപ്പൊ എന്തായി മാറി? റൈറ്റിലോട്ട് പോകണം. അപ്പൊ ടി എവിടെ വരണം? 1 2 3 4 ടി ദാ ഈ പൊസിഷനിൽ വരും. ഏത് പൊസിഷനിലാണ്? ദാ ഈ സീറ്റ് ടി എടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എസിനും ടിയുടെയും മിഡിലാണ് യു എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ആകെ ഒരു സീറ്റ് അല്ലേ ഉള്ളൂ. ആ സീറ്റിൽ കയറി ആരിരുന്നു? യുവും ഇരുന്നു. അതായത് എസും ടിയും ഹസ്ബൻഡും വൈഫും ആണ്, അവരുടെ മക്കളാണ്, അല്ലെങ്കിൽ ഒരേ ഒരു മോൻ യു നടുക്കേറി ഇരുന്നെന്ന് ഊഹിച്ചാൽ മതി. ചുമ്മാ പറഞ്ഞിടാൻ അത്രയൊന്നും പോകണ്ട കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ പിടിച്ചടിക്കും. അടുത്ത കേസ് നോക്കിയേ, ബി സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടില്ലേ? സെക്കൻഡ് ടു ദ റൈറ്റ് ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുത്താൽ പോരെ. അപ്പം സൗത്ത് ഫേസിംഗ് ആയതുകൊണ്ട് ഞാനത് ഇനിയും ഓർമ്മിപ്പിക്കത്തില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ വി എവിടെ വരും? ദാ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആകുമ്പോൾ ദാ ഇവിടെ വരും, ദാ ഈ പൊസിഷൻ വരും. കാര്യം എന്താ? സെക്കൻഡ് ടു ദ റൈറ്റ് ആണ്, സൗത്ത് ഫേസിംഗിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തു. പിന്നെ നിങ്ങൾ പറയരുത് ഞാൻ തെറ്റിച്ചെടുത്തെന്ന് പറയരുത്. ഇനി വി എ കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ദാ ഇവിടെ ഒരു വി ഇല്ലേ? അപ്പൊ നമുക്ക് ഡബ്ല്യു ആയിട്ട് കണക്ഷൻ കിട്ടിയില്ലേ? നോക്കിക്കോ, ഡബ്ല്യുവിനും വിക്കും ഇടയിൽ എത്ര പേര് വരണം എന്നാ പറഞ്ഞിരിക്കുന്നത്? 6 പേര് ടോട്ടൽ വരണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഡബ്ല്യു തേർഡ് ഫ്രം ദ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് എൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സപ്പോസ് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലോട്ട് ഡബ്ല്യുവിനെ എടുക്കുകയാണെങ്കിൽ എത്ര പേര് വരണം? 6 പേര് വരണ്ടേ? അപ്പൊ നോക്കിക്കോ, 1 2 ദാ ഇതല്ലേ വി, വിക്കും ഡബ്ല്യുവിനും ഇടയ്ക്കല്ലേ 6 പേര്. അപ്പം ദാ ഇവിടെ വി വന്നു. 1 2 3 4 5 6 ആരായിരിക്കുന്നേ? 6 കയറി ഇരിക്കുമല്ലേ? അവിടെ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കാം. 1 2 3 4 5 6. അപ്പൊ ഡബ്ല്യു ഇവിടെ വരണം, ഡബ്ല്യു ഇവിടെ വരണം. പക്ഷേ എന്താ? ഡബ്ല്യു തേർഡ് ഫ്രം ദ എൻഡ് അല്ലേ? അപ്പം എൻഡിൽ നിന്ന് മൂന്നാമത്തെ പൊസിഷൻ അല്ലേ? ദാ ഇതാണ് നമ്മുടെ എൻഡ്. അവിടെ നോക്കുമ്പോൾ 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ ആരിയ്ക്കുന്നു? ഡബ്ല്യു ഇരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലെ എൻഡുകളെ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ആ എൻഡിനെ അങ്ങ് ക്ലോസ് ചെയ്തൂടെ? ദാ ഇവിടെ 2 ക്രോസ് ഇട്ടാൽ പോരെ. നമുക്കിനി തെറ്റുവോ? ഒരിക്കലും തെറ്റില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു കേസും കിട്ടി. ദാ ഈ കേസ് നോട്ട് ചെയ്തു. എല്ലാവരും ആയില്ലേ? ഇനി പിയും കൂടെ അല്ലേ ഉള്ളൂ. ക്യൂവിനും പിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 2 പേരല്ലേ? റൈറ്റ് സൈഡിലോട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. സോറി, നമ്മുടെ സൗത്ത് അല്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ആരിയ്ക്കുക? അവിടെ വി ഇരിക്കുമല്ലേ? അപ്പൊ നമുക്ക് എങ്ങോട്ട് എടുക്കാം? ഈ സൈഡിലോട്ട് എടുത്താൽ പോരെ. 1 2 ദാ പി എവിടെ വരും? ദാ ഈ സൈഡിൽ വരും. അപ്പൊ നമ്മുടെ എല്ലാ കണ്ടീഷൻസും സോൾവ് ആയില്ലേ? ടി എ കിട്ടിയില്ലേ? എല്ലാ കണ്ടീഷൻസും സോൾവ് ആയി. നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടി. ഒറ്റ സീറ്റ്, ഒറ്റ ഒരു കേസ് എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച്. എന്താ? സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ്. ഇനി 2ൽ കൂടുതൽ എൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടാണോ കണക്ഷൻസ് കൂടുതലുള്ളത് അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിൽ നമുക്ക് എസ് സിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒറ്റ കണക്ഷൻ അല്ലേ എടുത്തുള്ളൂ, ഒറ്റ കേസ്, ഒറ്റ പോസിബിലിറ്റിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സബ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചേ. ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ഇൻ എ റോ? എത്ര പേഴ്സൺസാ സിറ്റ് ചെയ്തിരിക്കുന്നത്? 1 എത്ര പേരാ? 2 4 6 8 10 12 14 16 18 20 പേരാണ് ഈ സീറ്റിൽ ഇരിക്കുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ? ഹൂ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ? അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഇത് എവിടാ ഫേസ് ചെയ്യുന്നത്? സൗത്ത് ഫേസിംഗ് ആണ്. സൗത്ത് ഫേസ് വരുമ്പോൾ റൈറ്റ് എന്തായി മാറി? ലെഫ്റ്റ് ആയി മാറി. ലെഫ്റ്റ് എന്തായി മാറി? റൈറ്റ് ആയി മാറി. അപ്പം ഹൂ ഈസ് സിറ്റിംഗ്? എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ ആരായിരിക്കും? നമ്മൾ ലെഫ്റ്റിലോട്ടാണ് കണ്ടത്, സൗത്ത് ആയതുകൊണ്ട്. 1 2 3 ആരാ? നമ്മുടെ സ്വന്തം പി ആയിരിക്കും ആൻസർ. എവിടെ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ദാ കിടക്കുന്നു ഓപ്ഷൻ സി. കണ്ടോ? തെറ്റിക്കുന്ന കണ്ടോ ഈ കേസസ് ഒക്കെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് മാർക്ക് വരും, നമ്മുടെ മാർക്ക് കുറയും. അടുത്തത്, ഹൂ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പി? പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരാന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇതാണോ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്? ഇത് സൗത്ത് ഫേസിംഗ് അല്ലേ? അപ്പൊ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? ദാ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആരും ഇല്ല. അപ്പൊ ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ദാ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലേ, നണ്ണ്. ആ നണ്ണിൽ അങ്ങ് മാർക്ക് ചെയ്തോ. ദാ ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് എളുപ്പത്തിലാ? ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തു.
ആകെ ചെയ്യേണ്ടത് ഒരു ബെസ്റ്റ് അപ്രോച്ച് നമ്മുടെ കൈ കിട്ടിയാൽ മതി. ഇപ്പൊ ആ ഒരു അപ്രോച്ച് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. 5 ദിവസം മിനിമം 3 മോക്കെങ്കിലും നിങ്ങൾ എഴുതണം. മാക്സിമം 5 മോക്ക് എഴുതുമോ, നല്ല കാര്യം. നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഒരു 15 തൊട്ട് 25 മോക്ക് വരെ ഈ ഒരു 5 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണം. പർച്ചേസ് ചെയ്ത മോക്സ് എല്ലാം ചെയ്ത് പഠിക്കണം. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വീക്ക് ആണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ സെക്ഷൻസ് എഴുതുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഈ ഒരു സമയത്ത് ഒരു 5-6 ദിവസം ഇല്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് വേണം എന്ന് പറഞ്ഞു തന്നാൽ അത് കമന്റ് ഇടുക. അതിന്റെ കംപ്ലീറ്റ് ക്ലാസ് വരുന്നതായിരിക്കും. സോ അതുപോലെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അൺസർട്ടൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. സോ അതിന്റെ ഒരു ക്ലാസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ്ലെറ്റ് ഡിയുടെ ഒരു കംപ്ലീറ്റ് സീരീസ്, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നല്ല രീതിയിൽ പഠിക്കുക. 5 ദിവസം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ആരും ഉഴപ്പല്ല, നല്ലപോലെ പഠിക്കുമല്ലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പഠിക്കട്ടെ. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്.